ഹലോ. ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസ് കൺവേർഷനാണ്. ബേസ് കൺവേർഷൻ. ഇതിനകത്ത് നമ്മളൊരു ഡെസിമൽ സിസ്റ്റത്തിലുള്ള ബേസ് 10-ലുള്ളൊരു നമ്പർ നമുക്ക് തരും എന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. ബേസ് 10-ലുള്ള നമ്പർ നമ്മൾ കൺവേർട്ട് ചെയ്യാണ്. ബേസ് 2-ലോട്ടും കൺവേർട്ട് ചെയ്യണം, ബേസ് 16-ലോട്ട്, ബേസ് 8-ലോട്ട്. അതായത് ബൈനറി, ഒക്ടൽ, ഹെക്സാഡെസിമൽ, ഇങ്ങനെ 3 നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള പ്രോബ്ലമാണിത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നമുക്ക് തരുന്ന നമ്പർ എന്ന് പറയുന്നത്, ഇൻപുട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻ ഡെസിമൽ, അതായത് ബേസ് 10 സിസ്റ്റത്തിലുള്ളതാണെന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാമ്പം 25 എന്ന് പറഞ്ഞ നമ്പർ തന്നു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ബേസ് 2-ലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയാം. അതായത് 25നെ നമ്മൾ എന്ത് ചെയ്യണം, 2 കൊണ്ട് ഡിവൈഡ് ചെയ്തുകൊണ്ട് പോകണം അല്ലേ. റിമൈൻഡർ കാണുമ്പോൾ നമ്മൾ അവിടെ നോട്ട് ചെയ്ത് വെക്കണം, റൈറ്റ്. ആക്ച്വലി മോഡുലസ് ഓപ്പറേഷനാണ് അവിടെ ചെയ്യുന്നുള്ളത്, നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. റിമൈൻഡർ കാണുന്ന ഓപ്പറേഷൻ എന്താ, മോഡുലസ് ഓപ്പറേഷൻ അല്ല, മോഡ് ഓപ്പറേറ്റർ ആണല്ലോ. ഓരോ പ്രാവശ്യവും ഡിവൈഡ് ചെയ്ത് പോവുക, എന്നിട്ട് റിമൈൻഡർ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. ലാസ്റ്റ് 1 വന്നു കഴിഞ്ഞാൽ പിന്നെ 2 zeros 0 ആണ്, ബാക്കി വരുന്ന 1. ഇനി എങ്ങനെയാണ് അതിൻ്റെ ബൈനറി കറസ്പോണ്ടിങ് ബൈനറി എങ്ങനെയാണ് എഴുതുകയെന്ന് വെച്ചാൽ തിരിച്ച് ഇങ്ങോട്ടേക്ക് എഴുതുക. അതായത് 1 1 0 0 1 ആണ് 25 ടു ദ ബേസ് 10 അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ടു ദ ബേസ്, അതായത് ബേസ് 2-ലുള്ള കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഓക്കെ. ഇനി ഒക്ടൽ നോക്കാം. ഒക്ടൽ എന്ന് പറഞ്ഞാൽ ബേസ് 8 അല്ലേ. 25നെ നമ്മൾ ഇവിടെ എന്തിനോണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, 8 കൊണ്ട്. 8 3s 24, ബാക്കി വരുന്നത് 1. 8 zeros 0, ബാക്കി വരുന്നത് 3, അതായത് 31. ഇനി തിരിച്ചാണ് എഴുതുക കേട്ടോ. 31 എന്ന് പറയുന്നതിന് പകരം 31 എന്ന് പറയുന്നതായിരിക്കും നല്ലത്. 31 എന്ന് പറയുന്നത് ബേസ് 10-ലാണ് നമ്മൾ അങ്ങനെയൊക്കെ പറയുക. 3 × 10 + 1 ആണ് 31. ഇത് 31 എന്ന് കൊടുക്കാം. ഇൻ ഒക്ടൽ ബേസ് 8, 25 ബേസ് 10-ലുള്ള 25ൻ്റെ കറസ്പോണ്ടിങ് ഒക്ടൽ റെപ്രസെൻറ്റേഷനാണ് 31 എന്ന് പറയുന്നത്. ഇനി ഹെക്സാഡെസിമൽ നോക്കാം. ഹെക്സാഡെസിമൽ അതെന്താ, ബേസ് 16 ആണ്. 16 കൊണ്ടാണ് നമ്മൾ. മറ്റേ സ്ഥലത്ത് ഇവിടെ മോഡ് 8, ഇവിടെ മോഡ് 2 ആയിരുന്നു ചെയ്യേണ്ടത്, ഇവിടെ മോഡ് 8 ആണ് ചെയ്യേണ്ടത്. ഇനി ഇവിടെ മോഡ് 16 ആണ്. 16 1s 16, ബാക്കി വരുന്നത് എത്ര വരിക, 9 അല്ലേ. 9. ഓക്കെ. ഇനി 16 zeros 0, ബാക്കി വരുന്ന 1. ഇത് 19 എന്ന് നമുക്ക് ബേസ് 16-ൽ ഇതിനെ എഴുതാം. 25 ബേസ് 10-നെ നമുക്ക് ഇങ്ങനെ ഹെക്സാഡെസിമലിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ. ഇത് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്ത് നമ്മൾ ആദ്യം ചോദിക്കുകയാണ് എന്തെങ്കിലുമൊക്കെയാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. 1 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബൈനറിലോട്ട് കൺവേർട്ട് ചെയ്യും. 2 എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒക്ടലിലോട്ട്. 3 കൊടുത്തു കഴിഞ്ഞാൽ ഹെക്സാഡെസിമലോട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെനു പ്രൊവൈഡ് ചെയ്യാണ് യൂസറിന്. ആ മെനുവിലുള്ള ഏതും ഒരു ഓപ്ഷൻ യൂസറിന് സെലക്ട് ചെയ്യാം. 1 2 3. നമ്പർ ഇൻപുട്ട് ചെയ്യുന്നത് 1 2 3 ഒക്കെ ആയിരിക്കും. അതിന് പുറമെ അതിന് മുന്നേ തന്നെ നമ്മൾ നമ്പർ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസറിനടുത്ത് ചോദിച്ചിട്ടുമുണ്ട്. പിന്നെ ആ നമ്പറിനെ നമുക്ക് ഒന്നുകിൽ ബൈനറിയിലോട്ട്, അല്ലെങ്കിൽ ഹെക്സാഡെസിമലിലോട്ട്, അല്ലെങ്കിൽ ഒക്ടലിലോട്ട്. ഈ ബൈനറിയിലോട്ട് ആണെങ്കിൽ അതിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ബിൻ എന്ന് പറഞ്ഞിട്ടൊരു എറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹെക്സാഡെസിമൽ ആണെങ്കിൽ ഹെക്സ് എന്ന് പറഞ്ഞ എറേ, ഒക്ടലാണെങ്കിൽ ഒക്ട് എന്ന് പറഞ്ഞ എറേ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.
സോ നമ്പർ റീഡ് ചെയ്തു, പിന്നെ യൂസറിൻ്റെ അടുത്ത് ഏതിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു, മെനു വഴി ചോദിച്ചു. 1 2 3. സോ 1 അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 എന്ന് പറയുന്നത് ഇൻപുട്ട് ചെയ്യാം. സോ ആ ഇൻപുട്ട് ചെയ്തതാണ് നമ്മളിവിടെ റീഡ് ചെയ്തിട്ടുള്ളത്, ചോയ്സിലോട്ട് റീഡ് ചെയ്യും. നമ്പർ നമ്മളിവിടെ നമ്പറിലോട്ട് റീഡ് ചെയ്തു. ഇനി നമ്മൾ സ്വിച്ച് വെച്ചിട്ട്, സ്വിച്ച് എന്ന് പറയുന്നത് ഇഫ് എൽസ് ഇഫിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രാഞ്ചിങ് കൺസ്ട്രക്റ്റാണ്. സിയിൽ സി മാത്രമല്ല പല ലാംഗ്വേജിലും സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ എന്താണോ സ്വിച്ച് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ സ്വിച്ചിൻ്റെ ഒരു ആർഗ്യുമെൻറ്റ്, ഇവിടെ സ്വിച്ചിൻ്റെ ഈ ഒരു പാരന്തസിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഏത് കേസിലാണോ ഉള്ളത്, ഏത് കേസിലാണ് കറസ്പോണ്ടിങ് നമ്പർ ഉള്ളത്, അവിടത്തേക്ക് അത് ജമ്പ് ചെയ്യുന്ന പറയുന്നത്. സോ ഇവിടെ നമ്മൾ 1 2 3 ഇങ്ങനെ 3 ഓപ്ഷൻസ് ഉണ്ട് നമുക്ക്. 1 ആണ് ഇവിടെ കൊടുത്തെങ്കിൽ കേസ് 1 പോകും, 2 ആണ് കൊടുത്തെങ്കിൽ കേസ് 2 പോകും, 3 ആണെങ്കിൽ കേസ് 3 പോകും. ഇതാണ് ഇവിടെ നടക്കുക. സോ ഇവിടെ നമ്മൾ 1 ആണ് കൊടുത്തത് എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെന്ന് വെച്ചോളൂ. സോ 1 ആണ് ഇവിടെ ചോയ്സ് നമ്മൾ കൊടുത്തത്. ഓക്കെ, സോ ഇവിടുത്തെ സ്വിച്ച് ഓഫ് 1 എന്ന് പറയുമ്പം ഈ കേസ് 1 കാര്യങ്ങൾ വരിക. പ്രോഗ്രാമിൻ്റെ കൺട്രോൾ അങ്ങോട്ടേക്കാണ് വരിക. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യണത്, നമ്പർ നോട്ട് ഈക്വൽ ടു 0, നമ്പറിൻ്റെ വാല്യൂ 0 ആയാൽ ഇവിടെ നിർത്തണം എന്നാണ് പറയുന്നത്. സോ 0 അല്ലാത്ത കേസിൽ നമുക്ക് അകത്തേക്ക് കയറാം. സോ നമ്പർ നോട്ട് ഈക്വൽ ടു 0 അങ്ങനെ. സോ നമ്മളിപ്പോൾ 25 ആണ് കൊടുത്തതെന്ന് വെച്ചോ, 25 നോട്ട് ഈക്വൽ ടു 0 കയറി കാണാം. എന്നിട്ട് നമ്മൾ മോഡ് ഓപ്പറേഷനാണ് ചെയ്യുന്നത്. നമ്പർ മോഡ് 2, 25 മോഡ് 2 ചെയ്താൽ നമുക്ക് നേരത്തെ കിട്ടിയല്ലോ, റൈറ്റ്. 25 മോഡ് 2 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, 1 ആണ് കിട്ടുക, അല്ല റിമൈൻഡറാണ്. മോഡുലസ് ഓപ്പറേറ്റർ ചെയ്യുന്ന റിമൈൻഡറാണ്. സോ ആ 1 നമ്മൾ ബിൻ എന്ന് പറയുന്ന എറയിലോട്ട് സ്റ്റോർ ചെയ്യാണ്. എറേൻ്റെ ഏത് ലൊക്കേഷനിലോട്ടാണ് ഐ എന്ന് പറയുന്ന ലൊക്കേഷൻ. സോ ഐ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0. സോ എറേൻ്റെ ആദ്യത്തെ ലൊക്കേഷൻ തൊട്ടിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യാൻ തുടങ്ങണമല്ലോ. സോ 0 ഇപ്പം നമുക്കിപ്പം കിട്ടണ ഈ 1 നമ്മൾ ബിന്നിൻ്റെ ഇത് നമ്മളിവിടെ കൊണ്ടുപോയിടുന്നത് ബിന്നെന്ന് പറയുന്ന എറേൻ്റെ 0th ലൊക്കേഷനിൽ കൊണ്ടുപോയിടുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട്, റൈറ്റ്, നമുക്ക് 25 മോഡ് 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ആണ് റിമൈൻഡർ കിട്ടുമെങ്കിലും നമുക്ക് നെക്സ്റ്റ് 12 വെച്ചിട്ട് നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യണം അല്ലേ, റൈറ്റ്. നമ്മളിവിടെ കണ്ടല്ലോ, നെക്സ്റ്റ് എന്താ 12നെ കൊണ്ട് നമ്മൾ 2 ഡിവൈഡ് ചെയ്യിപ്പിക്കണം, റൈറ്റ്. സോ അതിന് വേണ്ടിയിട്ട് 12 നമുക്ക് കിട്ടണമല്ലോ, റൈറ്റ്. 12 കിട്ടിയാലല്ലേ നമുക്ക് ഇപ്പോൾ മോഡുലസ് ചെയ്തിട്ട് നമുക്ക് 1 കിട്ടി, 12 കിട്ടിയാലല്ലേ നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാൻ പറ്റുള്ളൂ. സോ 12 കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്പർ ഈക്വൽ ടു നമ്പർ ബൈ 2 ചെയ്യുന്നത്. സോ 25/2 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 25/2 എന്ന് പറഞ്ഞാൽ 12 something അല്ലേ കിട്ടുക, 12.5 ആണ് കിട്ടുക കേട്ടോ. സോ 12.5 നമുക്ക് എന്തായാലും നമ്പറിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് നമ്പർ ഇസ് ഇൻറ്റിജറിൽ നമുക്ക് ഡെസിമൽ പോയിൻ്റുള്ള പോയിൻ്റുള്ള വാല്യൂസ്, പ്രെസിഷനുള്ള വാല്യൂസ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ റിമൂവ് ചെയ്തിട്ടാണ് നമുക്ക് ഡെസിമലിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുക. സോ ഓട്ടോമാറ്റിക്കലി അത് റിമൂവ് ചെയ്തോളൂ. സോ 12 എന്ന് മാത്രമേ നമ്പറിൽ സ്റ്റോർ ചെയ്യൂ. ഇനി നമ്മൾ ഈ നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകാനല്ല പോകുന്നത്. നെക്സ്റ്റ് ഐട്രേഷനിലോട്ട് പോകുമ്പം അതിൻ്റെ വാല്യൂ കൂട്ടുന്നുണ്ട്. അതിൻ്റെ വാല്യൂ കൂട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ നെക്സ്റ്റ് വരുന്ന മോഡുലസ് ഓപ്പറേറ്റർ ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് കിട്ടണ ആ ഒരു ബൈനറിയിലുള്ള നമ്പർ നമുക്ക് എന്തിലോട്ട് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ, നെക്സ്റ്റ് ലൊക്കേഷൻ
ബിൻ എന്ന് പറയുന്ന അറേൻ്റെ നെക്സ്റ്റ് ലൊക്കേഷനിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അത് ബിൻ ഓഫ് 1 സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഇത് നമ്മൾ ബിൻ ഓഫ് 1 സ്റ്റോർ ചെയ്യേണ്ടത് അല്ലേ. ഇത് നമ്മൾ ബിൻ ഓഫ് 2 സ്റ്റോർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ബിൻ ഓഫ് 3 സ്റ്റോർ ചെയ്യേണ്ടത്. ഇത് നമ്മൾ ബിൻ ഓഫ് 4 സ്റ്റോർ ചെയ്യേണ്ടത്. റൈറ്റ്. അങ്ങനെ ഓരോ ലൊക്കേഷൻ അടുത്ത ലൊക്കേഷനിലോട്ട് നമ്മളിങ്ങനെ മാറിക്കൊണ്ടിരിക്കണം, ലൊക്കേഷൻ മാറണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ i++ ചെയ്തിരിക്കുന്നത്. സോ ഇങ്ങനെ നമ്മൾ ലൂപ്പിൽ ഇങ്ങനെ കറങ്ങി അവസാനം നമ്പർ എന്താവും? 0 ആവും. റൈറ്റ്. നമ്പർ എന്താവും? സോ ഇത് നമ്പർ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, തീർന്നു. അതാണ് ഇവിടെ നമ്മൾ നമ്പർ 0 ആകുമ്പോൾ നിർത്തിയല്ലോ, അതേപോലെ തന്നെ. ഓക്കെ. സോ നമ്പർ 0 ആയി കഴിഞ്ഞാൽ നമ്മൾ പുറത്തേക്ക് വരും. എന്നിട്ട് നമ്മൾ അല്ലേ ഇവിടെ നിന്ന് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോൾ നമ്മൾ പുറത്തേക്ക് വരും. ഇന്ന് ബൈനറി പ്രിൻറ്റ് ചെയ്യാണ്. പ്രിൻറ്റ് ചെയ്യുമ്പം ബൈനറി ഓഫ് ഈ നമ്പർ ഏത് നമ്പറാണ്? 25. ബൈനറി ഓഫ് 25 ഇസ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഈ എറേൻ്റെ അകത്താണല്ലോ ഉള്ളത്. ബിൻ എന്ന് പറയുന്ന എറയിലല്ലേ നമ്മളെ മൊത്തം കാര്യങ്ങൾ ഇരിക്കുന്നത്. റൈറ്റ്. അതിൻ്റെ അകത്താണല്ലോ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. റൈറ്റ്. സോ നിങ്ങൾക്ക് കാണാം ബിൻ ഓഫ് 0ൻ്റെ അകത്ത് 1 ഉണ്ട്, ബിൻ ഓഫ് 1ൻ്റെ അകത്ത് 0 ഉണ്ട്, ബിൻ ഓഫ് 2ൻ്റെ അകത്ത് 0 ഉണ്ട്, ബിൻ ഓഫ് 3ൻ്റെ അകത്ത് 1 ഉണ്ട്, ബിൻ ഓഫ് 4ൻ്റെ അകത്ത് 1 ഉണ്ട്. ഇനി ഇത് പ്രിൻ്റ് ചെയ്യേണ്ടത് തിരിച്ചാണ് പ്രിൻ്റ് ചെയ്തത്, റിവേഴ്സ് ചെയ്തിട്ടത്. ആ എറേ റിവേഴ്സാണ് നമ്മളിവിടെ ചെയ്യുന്നത്. എറേ റിവേഴ്സ് ചെയ്യാനൊന്നുമില്ല. എറേൻ്റെ അവസാനത്തെ ലൊക്കേഷനിലുള്ള വാല്യൂ തൊട്ടിട്ട് എറേൻ്റെ ആദ്യത്തെ ലൊക്കേഷനിലെ വാല്യൂ വരെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. സോ അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ അതുകൊണ്ടാണ് ഈ കണ്ടീഷൻ j = i-1 എന്ന് പഠിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജെൻ്റെ വാല്യൂ j ആണ് ഇവിടെ. i അല്ല ഇറ്ററേഷൻ വേരിയബിൾ, j ആണ് ഇവിടെ ലൂപ്പ് വേരിയബിളായിട്ട് യൂസ് ചെയ്യുന്നത്. സോ j എന്ന് പറയുന്നത് i-1. അതായത് i ഇപ്പോൾ ലാസ്റ്റിലോട്ട് നമുക്ക് എന്താണ് കിട്ടിയ കാണുക? നമ്മുടെ കേസിൽ 0 1 2 3 4. നെക്സ്റ്റ് ഒരു ഐട്രേഷൻ i++ കൂടി ചെയ്ത് കാണും. സോ 5 ആണ് നമ്മുടെ ലാസ്റ്റ് i കിട്ടി കാണുക. സോ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് 4 ആണ്. റൈറ്റ്. സോ നമ്മൾ 4 തൊട്ടിട്ടുള്ള വാല്യൂ ആണ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടത്. ഇനി 4 തൊട്ടിട്ട് 0 വരെയുള്ളത്. റൈറ്റ്. ബിൻ ഓഫ് 4 തൊട്ടിട്ട് ബിൻ ഓഫ് 0 വരെയുള്ളത്. സോ ഇപ്പം നമ്മൾ i എന്ന് പറയുന്നത് 5 ആണ്. ഈ ലൂപ്പിൻ്റെ അകത്ത് നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് iൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ. സോ ഈ ലൂപ്പിൻ്റെ അകത്ത് ലാസ്റ്റത്തെ i++ ചെയ്യുമ്പം അതിൻ്റെ വാല്യൂ 5 ആയി കാണും. അതിനുശേഷം നമ്പർ നോട്ട് ഈക്വൽ ടു 0 എന്ന് കണ്ടിട്ടാണ് പുറത്തിറങ്ങിയത്. സോ അതിൻ്റെ വാല്യൂ ഇപ്പോൾ 5 ആണ്. ആ 5 - 1 ചെയ്താലല്ലേ നമുക്ക് ആദ്യത്തെ നമ്പർ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ലാസ്റ്റത്തെ ബിൻ ഓഫ് 4ലുള്ള വാല്യൂ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ 5 - 1 ചെയ്യണമല്ലോ. സോ j = i-1 ചെയ്തു. പിന്നെ ഇത് എത്ര വരെ പോകണം എന്നുള്ള കണ്ടീഷനാണ് അവിടെ കൊടുത്തത്. അതായത് j ഷുഡ് ബി ഗ്രേറ്റർ ദൻ ഓർ ഈക്വൽ ടു 0. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകണ്ട. അതും j - ആണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് കൊണ്ടുവരാണ്. ബിക്കോസ് റിവേഴ്സാണ് നമ്മളിവിടെ പ്രിൻറ്റ് ചെയ്യേണ്ടത്. എറേൻ്റെ റിവേഴ്സ് പ്രിൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സോ ബിൻ ഓഫ് 5 എന്ന് പറയുന്നത് എറേൻ്റെ സൈസാണ് 5. എറേൻ്റെ സൈസ് നമ്മൾ എത്രയാണ് കൊടുത്തത്? 50 അങ്ങനെ എന്തോ കൊടുത്തതെന്നോ. 50. സോ സൈസ് 5 അല്ല, സൈസ് 50 ആണ്. സോ ബിൻ ഓഫ് 50ൽ ഇപ്പം ബിൻ ഓഫ് 0ൽ ബിൻ ഓഫ് 1ൽ ബിൻ ഓഫ് 2ൽ ബിൻ ഓഫ് 3ൽ ബിൻ ഓഫ് 4ൽ വാല്യൂസ് കിടക്കുന്നുണ്ട്. ബിൻ ഓഫ് 0ൽ കിടക്കുന്ന വാല്യൂ എന്താ? 1 0 0 1 1. ആ ഓർഡറിൽ കൊടുക്കാം. 1 0 0 1 1 ഇങ്ങനെയാണ് ഇപ്പം കിടക്കണത്. ബിൻ ഓഫ് 0ൽ 1, ബിൻ ഓഫ് 1ൽ 0, ബിൻ ഓഫ് 2ൽ 0, ബിൻ ഓഫ് 3ൽ 1, ബിൻ ഓഫ് 4ൽ 1. ഇനി ഇത് പ്രിൻറ്റ് ചെയ്യണത് എങ്ങനെയാണ് പ്രിൻറ്റ് ചെയ്യണത്? തിരിച്ചല്ലേ പ്രിൻറ്റ് ചെയ്യേണ്ടത്. സോ 4 തൊട്ടിട്ട് 1 വരെയാണ് പ്രിൻറ്റ് ചെയ്യണത്. ബിൻ ഓഫ് 4 തൊട്ടിട്ട് ബിൻ ഓഫ് 1 വരെയുള്ളതാണ് പ്രിൻറ്റ് ചെയ്യേണ്ടത്. റൈറ്റ്.
സോ ഇത് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ബിൻ ഓഫ് 4 പ്രിൻ്റ് ചെയ്ത്, പിന്നെ 4 പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ലാസ്റ്റത്തെ ഐ വാല്യൂ -1 ചെയ്തു. സോ 5 ആയിരുന്നു ആ ലാസ്റ്റത്തെ ഐ വാല്യൂ. 5 - 1 4 കിട്ടി. ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ജെ മൈനസാണ് ചെയ്യേണ്ടത്. ജെ ആണ് അവിടുത്തെ ലൂപ്പ് വേരിയബിൾ. ജെ = i-1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോ ഐട്രേഷനിലും ജെ മൈനസ് ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, സോ അതാണ് നമ്മൾ ജെ -. 4 3 ആവും, 3 2 ആവും, 2 1 ആവും, പിന്നെ 1 0 ആവും. അതിന് വേണ്ടിയിട്ട് ഓക്കെ, അങ്ങനെ പ്രിൻ്റ് ചെയ്തു. ബിൻ ഓഫ് ജെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രിൻ്റ് ചെയ്തു. ലാസ്റ്റ് നമ്മളൊരു വെറുതെ ഒരു ന്യൂ ലൈനും കൂടി പ്രിൻ്റ് ചെയ്തു, കുറച്ച് വൃത്തിയിൽ ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബ്രേക്ക് ചെയ്തു. എല്ലാ കേസിലും ബ്രേക്ക് വേണം, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി അടുത്ത കേസിലോട്ട് കൺട്രോൾ ഫ്ലോ ചെയ്യും. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബ്രേക്ക് കൊടുക്കാം. ഇനി പിന്നെ നമുക്ക് എല്ലാ നമ്പർ സിസ്റ്റത്തിലോട്ടും കൺവേർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ബ്രേക്ക് കൊടുക്കാതെ നിന്നാലും മതി. ഓക്കെ, സോ നമുക്കിങ്ങനെയല്ല ഏതും ഒരു നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഒന്നെങ്കിൽ ബേസ് 2, അല്ലെങ്കിൽ ബേസ് 8, അല്ലെങ്കിൽ ബേസ് 16. അതാണ് നമ്മുടെ ഉദ്ദേശം. അതുകൊണ്ട് ബ്രേക്ക് എന്തായാലും കൊടുത്തേക്കണം. ഓക്കെ, അതായി. ഇതേപോലെ തന്നെയാണ് ഇനി നമ്മളെ ഒക്ടൽ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ മോഡ് 8 ചെയ്യണം, ബൈ 8 ചെയ്യണം, i++ ചെയ്യണം. നേരത്തെ ചെയ്തു അതേപോലെ തന്നെ, ഒരു വ്യത്യാസമില്ല. പക്ഷേ ഇവിടെ ഐൻ്റെ വാല്യൂ നമ്മൾ 0 ആയിട്ട് ഇനീഷ്യലൈസ് ചെയ്തതിന് ശേഷമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. ബിക്കോസ് ഐ എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മൾ ഐ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്, റൈറ്റ്? ഇത്. സോ ഐ എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള വേരിയബിളാണ്. അത് മെയിൻ ഫംഗ്ഷൻ്റെ അകത്തുള്ള വേരിയബിൾ ഈ സ്വിച്ചിൻ്റെ അകത്തും അവൈലബിൾ ആയിട്ട് വരും. സ്വിച്ചിൻ്റെ എല്ലാ കേസസിലും അത് കിട്ടും. സോ അത് നമ്മൾ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ അതിൻ്റെ മുകളിൽ ഇപ്പോൾ 5 ആണ് അതിൻ്റെ വാല്യൂ ഉണ്ടാവുക. ആ 5 അല്ല നമുക്കിപ്പം നെക്സ്റ്റ് കേസ് 2ൽ വരേണ്ടത്. കേസ് 2ൽ നമ്മൾ ഇനി ഒക്ട് എന്ന് പറയുന്ന എറേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യേണ്ടത് 0th ലൊക്കേഷൻ തൊട്ടിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യാൻ തുടങ്ങേണ്ടത്, റൈറ്റ്? ഒക്ട് ഓഫ് 0 തൊട്ടിട്ടാണ് തുടങ്ങേണ്ടത്. സോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ 0 ആക്കി മാറ്റുന്നുണ്ട് ഇവിടെ. ഓക്കെ, സോ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇവിടെ, വേറെ വ്യത്യാസമൊന്നുമില്ല. എന്നിട്ട് പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആ ഒക്ട് എന്ന് പറയുന്ന ആ എറേൻ്റെ അകത്തുള്ള വാല്യൂസ് നമ്മൾ റിവേഴ്സ് പ്രിൻ്റ് ചെയ്യാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോർ ലൂപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതും ജെ മൈനസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ജെ > 0 ആണ് കണ്ടീഷനും. ഓക്കെ, അതേപോലെ തന്നെ കേസ് 3ലും അതേപോലെ തന്നെ. കേസ് 3ൽ പക്ഷേ നമുക്കൊരു വ്യത്യാസമുണ്ട്. കേസ് 3ൽ നമുക്ക് ഹെക്സാഡെസിമൽ ആയതുകൊണ്ട് തന്നെ 0 to 9 വരെ നമുക്ക് നമ്പേഴ്സായിട്ട് കൊടുക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ ആൽഫബറ്റ്സ് ആണ്, A to F, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ 10 വന്നു കഴിഞ്ഞാൽ A എന്നാണ് കൊടുക്കേണ്ടത്, 11 വന്നു കഴിഞ്ഞാൽ B എന്നാണ്, 12 കിട്ടിയാൽ C ആണ്, 13 കിട്ടിയാൽ D ആണ്, 14 കിട്ടിയാൽ E ആണ്, 15 കിട്ടിയാൽ F ആണ്. ഓക്കെ, സോ അതാണ് നമുക്ക് പ്രിൻ്റ് ചെയ്ത് വരേണ്ടത്. സോ അതുകൊണ്ട് തന്നെ 10 തൊട്ടിട്ട് 15 വരെ നമ്മൾ ഹെക്സാഡെസിമൽ എറേൻ്റെ അകത്തേക്ക് ഹെക്സ് എന്ന് പറഞ്ഞ എറേൻ്റെ അകത്ത് സ്റ്റോർ ചെയ്യുമെങ്കിലും 10 തൊട്ട് 10ഉം 11ഉം 12ഉം 15ഉം ഒക്കെ സ്റ്റോർ ചെയ്യും. അതിൻ്റെ ഓരോ ലൊക്കേഷനിലോട്ട് സ്റ്റോർ ചെയ്യുമെങ്കിലും നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പം അതിനെ 10 ആയിട്ടല്ല പ്രിൻ്റ് ചെയ്യുക, A എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ചെയ്യുക. പ്രിൻ്റ് ചെയ്യുമ്പോൾ 11 എന്നല്ല പ്രിൻ്റ് ചെയ്യുക, B എന്നാണ് പ്രിൻ്റ് ചെയ്യുക. ഓക്കെ, സോ ആ ഒരു വ്യത്യാസം മാത്രമേ ഇവിടെയുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ, നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. കേസ് 3ൽ നമ്മൾ ഹെക്സ് എന്ന് പറഞ്ഞ എറേയാണ് യൂസ് ചെയ്യുക. നമ്പർ മോഡ് 16, നമ്പർ ബൈ 16 ചെയ്തിട്ട് നേരത്തെ പോലെ തന്നെ നമ്മൾ നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കൊണ്ടുവരണം. 16 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 16 കൊണ്ട് മോഡ് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അങ്ങനെ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് എക്സ് എന്ന് പറഞ്ഞ എറേൻ്റെ അകത്ത് നമുക്ക് മൊത്തം ഹെക്സാഡെസിമലുള്ള എല്ലാ നമ്പേഴ്സും അതിൻ്റെ റെപ്രസെൻറ്റേഷൻ കിട്ടിക്കഴിയും. 0 തൊട്ടിട്ട് ലാസ്റ്റത്തെ ഐ എന്താണോ അതുവരെ നമുക്കതിനകത്ത് ഫില്ല് ചെയ്ത് കിട്ടിക്കാണും. നെക്സ്റ്റ് നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പം മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പ്രിൻ്റ് ചെയ്യുമ്പം നമ്മൾ 9നെക്കാട്ടിയും വലിയ വാല്യൂ ആണെങ്കിൽ മാത്രം നോക്കിയാൽ മതി.
അതായത് 10, 11, 12, 13, 14, 15 ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. സോ 9നെക്കാട്ടി വലുതാണോ നോക്കുവാണ് ഇവിടെ. 9നെക്കാട്ടി വലുതാണെങ്കിൽ അത് 10 ആണെങ്കിൽ എ, അത് 11 ആണെങ്കിൽ ബി, 12 ആണെങ്കിൽ സി, 13 ആണെങ്കിൽ ഡി പ്രിൻ്റ് ചെയ്യണം, 14 ആണെങ്കിൽ ഇ പ്രിൻ്റ് ചെയ്യണം, 15 ആണെങ്കിൽ എഫ് പ്രിൻ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് എക്സ് ഓഫ് ജെ എന്താണോ അതിനകത്തുള്ള വാല്യൂ അത് പ്രിൻ്റ് ചെയ്യുക. അതായത് 0 to 9 ആണെങ്കിൽ നമ്മൾ 0 to 9 എന്ന് പറയുന്ന ഹെക്സാഡെസിമൽ വാല്യൂസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ പ്രിൻ്റ് ചെയ്യാം. അല്ലാത്ത പക്ഷം 10, 11, 12, 13, 14, 15 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഇങ്ങോട്ട് കയറിയിട്ട് ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി അങ്ങനെയുള്ളത് പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ, എഫ് വരെയുള്ളത് പ്രിൻ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ അത് ഹെക്സാഡെസിമലിൻ്റെ കേസിൽ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ നമ്മളെ ബേസ് കൺവേർഷൻ.